welcome to session 4 syllabus recording OP 10.0. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പേര് ഷമീറ. ഞാനാണ് നിങ്ങളുടെ സോഷ്യോളജിയുടെ മെന്റർ. നമ്മൾ ഓൾറെഡി ഓൺബോർഡിങ്ങിന്റെ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വീക്ക്ലി കോൾസിന്റെ ഭാഗമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രൊഡക്ഷന്റെ ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നുള്ളത്, ഇന്നത്തെ സെഷൻ നിങ്ങൾ മുന്നേ 3 സെഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണ്. അതുകൊണ്ട് സെഷൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഔട്ട്കംസ് ഉണ്ടാവും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാനിരിക്കുന്നത് ഒരു മെയിൻ 5 ഔട്ട്കംസ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കോഴ്സ്, അതേപോലെ പഠിക്കുന്ന കോഴ്സിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ്, അതെങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആണ്. ആൻഡ് സെക്കൻഡ്ലി സിലബസ്, അത് ലേൺ വൈസ് മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസിനെ മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. റെക്കോർഡഡ് സെഷൻസ് ആണെങ്കിലും, ഹെൽപ്പ് ബുക്ക് ആണെങ്കിലും, അതേപോലെ എക്സാം പീഡിയാസ് ആണെങ്കിലും, അസൈൻമെന്റ് ഗൈഡ്സ് ആണെങ്കിലും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും, ഇതെങ്ങനെയാണ് ലേൺ വൈസിന്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങളുടെ കണ്ടന്റും ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, മാപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ സെഷനിൽ പറയാൻ പോകുന്നത്. സോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നമ്മുടെ റിസോഴ്സസ് കിട്ടുക, അതേപോലെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ടൈം ലൈന് ക്ലാരിറ്റിയോട് സ്റ്റഡി ടേബിൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുള്ളത്. ലൈക്ക് അസൈൻമെന്റ്സ് ആണെങ്കിലും, എക്സാംസ് ആണെങ്കിലും, അതേപോലെ സ്റ്റഡി സ്ലോട്ട്സ് ഒക്കെ ആണെങ്കിലും പ്ലാൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ സെഷൻസ് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത്. സോ ടേം ആൻഡ് എക്സാമിനേഷൻസും, ഹെൽപ്പ് ഡെസ്കും, അതേപോലെ ഈ EP പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലേൺ വൈസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാനുണ്ട്. ചിലപ്പോൾ ചില ടേംസ് ഒക്കെ നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവില്ല. ഇവൻ നിങ്ങൾ ആപ്പിലെ ഡാഷ്ബോർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും ചില അപരിചിതമായിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ഇവൻ എല്ലാ സെഷൻസിന്റെ അവസാനം നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെഷൻസ് കഴിഞ്ഞാലും ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും. അത് നിങ്ങൾ ഈ സെഷൻസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മളിപ്പം യൂഷ്വലി നമ്മളൊരു 5 ലേയേഴ്സ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇഗ്നോർഡേത്. അതായത് ഇയറോ അല്ലെങ്കിൽ സെമസ്റ്റർ ആണോ, ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇയർ ഫസ്റ്റിലാണ് അല്ലെ, ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. സോ ഇപ്പം സെക്കൻഡ് ലെയർ ആണെങ്കിൽ കോഴ്സ്, നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, അതിന്റെ ഒരു കോഡ് ഉണ്ടാവും, അതിന്റെ ഒരു ടൈറ്റിൽ ഉണ്ടാവും, ഇതിന്റെ ഇത്ര ക്രെഡിറ്റ്സ് ഉണ്ടാവും. തേർഡ് ലെയർ എന്ന് പറയുന്നത് അതിന്റെ ബ്ലോക്സ് ആണ്. ബ്ലോക്ക് സെയിം വേ, ലൈക്ക് കോഡ്, ടൈറ്റിൽ, ക്രെഡിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് ഫോർത്ത് ലെയർ യൂണിറ്റ്. ഇവിടെ ലെസൺസ് ആണ് നമ്മുടെ ഈ ലേൺ വൈസിൽ വരുന്നുള്ളത്. ലെസൺസ് ആയിട്ടാണ് നമുക്ക് ഇഗ്നോടെ പഠിക്കുന്ന സമയത്ത് വരുന്നുള്ളത്. അതേപോലെ ലേൺ വൈസ് ഇതിനെ യൂണിറ്റ് ആയിട്ട് തന്നെ മാപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫിഫ്ത്ത് ലെയർ എന്ന് പറയുന്നത് അസസ്മെന്റ് ആണ്. സോ അസൈൻമെന്റ്സും, അതേപോലെ ടേം ആൻഡ് എക്സാമിനേഷൻസും, ഇതിന്റെ ഒക്കെ എക്സാക്ട് റൂൾ എന്താണ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഗൈഡിൽ നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. വെൻ കമ്മിങ് ടു എന്താ പറയാ, ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് പൾസ് അല്ലെ. ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാമിൽ ഈ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നുള്ളത്, എത്ര കോഴ്സസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മളിപ്പോ ഫസ്റ്റ് ഇയർ തുടങ്ങാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, സിലബസ് മാപ്പിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിൽ നിങ്ങൾക്ക് 4 പേപ്പേഴ്സ് ആണ് ഉള്ളത് അല്ലെ. സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്, അതേപോലെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്, സോഷ്യോളജി ഇൻ ഇന്ത്യ, റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെത്തഡോളജീസ് എന്ന് പറയുന്ന 4 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഇതിന്റെ എല്ലാം അവൈലബിലിറ്റി എന്നുള്ള ഒരു സെക്ഷനിൽ കണ്ടു, ഫുള്ളി അവൈലബിൾ ആണെന്ന് കണ്ടല്ലേ. ഫുള്ളി അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അതിന്റെ വീഡിയോ ക്ലാസ്സസും, അതിന്റെ ഹെൽപ്പ് ബുക്കും, അതിന്റെ ESGയും, അതിന്റെ ലൈവ് സെഷൻസ് ഒക്കെ വഴിയെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റിനെയാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത്. ഈവൻ SLM അടക്കമുള്ള അവൈലബിലിറ്റിയാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് സെക്കൻഡ് ഇയറിലോട്ടൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടോ, ടോട്ടല് 6 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 4 പേപ്പേഴ്സ് നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. അത് യൂഷ്വലി നിങ്ങൾ എല്ലാവരും എടുക്കുന്നുള്ളതും ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ മെറ്റീരിയൽസ് ഉള്ള പേപ്പേഴ്സ് തന്നെയാണ്, കോഴ്സസ് തന്നെയാണ്. സോ സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ, ഡയസ്പോറ ആൻഡ് ട്രാൻസ്നാഷണൽ കമ്മ്യൂണിറ്റീസ്, അതേപോലെ സോഷ്യോളജി ഓഫ് റിലീജിയൻ, അർബൻ സോഷ്യോളജി, ഇതിന്റെയൊക്കെ കണ്ടന്റ് ഫുള്ളി നമ്മുടെ ലേൺ വൈസ് ആപ്പിലുണ്ട്. മെറ്റീരിയൽസ് ഓൺലി ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവേണൻസ്, അതേപോലെ ഇന്ത്യ, ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്, ഈ 2 പേപ്പേഴ്സ് ആണ്. മെറ്റീരിയൽസ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ക്ലാസ്സസും, അതേപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസും, അതുപോലെ തന്നെ ലൈവ് സെഷൻസും ഉണ്ടാവില്ല. അതർവൈസ് ബാക്കിയുള്ള SLM ആണെങ്കിൽ, അതിന് ഹെൽപ്പ് ബുക്കും ആണെങ്കിൽ, ESGs ആണെങ്കിലും ഒക്കെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സിനാണ് മെറ്റീരിയൽസ് ഓൺലി എന്ന് പറയുന്നത്. സൈഡ് നിങ്ങൾ കണ്ടോ, ക്രെഡിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 hours ആണ്. സോ 8 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 hours ആണെങ്കിൽ 8 ക്രെഡിറ്റ് ആണെങ്കിൽ എത്ര ആയിരിക്കും. സോ
ആ ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ പേപ്പേഴ്സിനും ഇവിടെ ഇൻബിൽട്ട് ചെയ്തിട്ടുള്ളത്. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആ പേപ്പേഴ്സിനെ കാണണം. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറും 4 ബ്ലോക്ക് ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് PG എത്തുന്ന സമയത്ത് നമുക്ക് 8 ബ്ലോക്കാണ് ഒരു പേപ്പറിൽ കവർ ചെയ്യാനുള്ളത്. നമ്മളപ്പം ഓരോ പേപ്പേഴ്സിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോക്കാം അല്ലെ. ഫസ്റ്റ് കണ്ടോ, എന്താ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ് MSO 001 അല്ലെ. അതിൽ ഫസ്റ്റ് മൊത്തത്തിൽ നമുക്ക് 8 ബ്ലോക്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. സോഷ്യൽ തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ BA സോഷ്യോളജി പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട്. സോ സോഷ്യൽ തിയറി എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ പ്രോസസ്സ്, അതേപോലെ അതിന്റെ റിലേഷൻഷിപ്സ്, അതിന്റെ ചാലഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഐഡിയാസ് ആണ്. സോ ഇവിടെ നമ്മൾ തിയറി എങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, അതേപോലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റിലൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ കോൺസെപ്റ്റ് എന്നത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ആണ്. സോ തിയറി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പ്ലനേറ്ററി ഫ്രെയിം വർക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് സോഷ്യോളജിക്കൽ അനാലിസിസിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ തിയറി ആൻഡ് പാരഡൈം അല്ലെ. തിയറി ആൻഡ് പാരഡൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഡൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രോഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആണ്. ലൈക് ഫംഗ്ഷനലിസം ആണെങ്കിൽ, കോൺഫ്ലിക്ട് തിയറി ആണെങ്കിൽ, അതേപോലെ സിംബോളിക് ഇന്ററാക്ഷനിസം ആണെങ്കിൽ, ഇതൊക്കെ സൊസൈറ്റീനെ അനലൈസ് ചെയ്യാനുള്ള അപ്രോച്ചസ് എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. സെയിം വേ നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ എത്തുന്ന സമയത്ത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും എന്താ പറയുക, സമയവും സൊസൈറ്റിയിലെ ആൾക്കാരുടെ ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളാണ്. സോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് വെൻ കമ്മിങ് ടു ദ ബ്ലോക്ക് 2 സോഷ്യൽ സ്ട്രക്ചർ ആസ് എ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്, നമുക്ക് യൂണിറ്റ് 5 ഉണ്ട് അവിടെ, കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് സ്ട്രക്ചർ. സോഷ്യൽ സ്ട്രക്ചർ എന്നത് എന്താ പറയുക, സൊസൈറ്റിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണെന്നും, അതേപോലെ സ്ട്രക്ചറലിസം, മാർക്സിസം, ഫംഗ്ഷനലിസം, ഇതൊക്കെ നമ്മൾ അവിടെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നുള്ളത്. ആൻഡ് യൂണിറ്റ് 6 എടുത്ത് നോക്കുന്ന സമയത്ത് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ പൊസിഷൻസ് ആണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ, വെൻ കമ്മിങ് ടു ദ ഫംഗ്ഷൻസ്, റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ ആ യൂണിറ്റിൽ പറയാൻ പോകുന്നത്. യൂണിറ്റ് 7 എടുത്ത് നോക്കുന്ന സമയത്ത് സ്ട്രക്ചർ, ഫംഗ്ഷൻ, അതേപോലെ നിയോ ഫംഗ്ഷനലിസം. ഫംഗ്ഷനലിസ്റ്റ് തിയറിയിലെ ഒരു ട്രഡീഷണൽ വ്യൂസിലും, അതേപോലെ ഇപ്പൊ നമുക്കറിയാലോ ജെഫ്രി അലക്സാണ്ടർ പോലെയുള്ള സ്കോളേഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നിയോ ഫംഗ്ഷനലിസവും, അതേപോലെ ഇതൊക്കെ എങ്ങനെയാണ് കമ്പയർ ചെയ്യപ്പെടുന്നത് എന്നാണ് യൂണിറ്റ് 7 നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പം ബ്ലോക്ക് 3 എടുത്ത് നോക്കുവാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പവർ അല്ലെ. എട്ടാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കാം, ദ കോൺസെപ്ച്വൽ ആൻഡ് തിയററ്റിക്കൽ ഇഷ്യൂസ് ഓഫ് പവർ എന്ന കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യും. യൂണിറ്റ് 9 ക്ലാസ് ആൻഡ് ലെജിറ്റമസി, ക്ലാസ് ഡിവിഷൻസും അതേപോലെ സൊസൈറ്റിയിൽ ഇതൊക്കെ എങ്ങനെയാണ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ലെജിറ്റമസി എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ കുറെ വേർഡ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വായിച്ചു പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കവറപ്പ് ചെയ്യാൻ തക്കത്തിലുള്ള പേപ്പേഴ്സ് തന്നെയാണ് ഇവിടെ ഇൻബിൽട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ഇപ്പൊ തൽക്കാലം. അതേപോലെ ഇപ്പം യൂണിറ്റ് 10 കണ്ടില്ലേ, പവർ, ഫംഗ്ഷണൽ പെർസ്പെക്റ്റീവ് അല്ലെ, ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷനലിസ്റ്റ് തിയറി പവറിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേപോലെ യൂണിറ്റ് 11 പവർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇക്കണോമിക്സ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എങ്ങനെ റോൾ പ്ലേ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കണ്ടംപററി ആയിട്ട് തന്നെ നമ്മൾ സോഷ്യോളജിനെ നോക്കി കാണുക എന്നുള്ളതാണ് ഈ ഒരു സിലബസിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. യൂണിറ്റ് 12 എടുക്കുന്ന സമയത്ത് പവർ നോളജ് അല്ലെ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൂക്കോന്റെ കോൺസെപ്റ്റുകളും നോളജ് ആൻഡ് പവർ എന്നുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നുള്ളത്, അതേപോലെ നോളജ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് അപ്പൊ പവർ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 12 പഠിക്കാൻ പോകുന്നത്. അതേപോലെ ബ്ലോക്ക് 4 എടുക്കുമ്പോൾ തിയറി ഓഫ് ക്യാപിറ്റലിസം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ യൂണിറ്റ് 13 ഇവാല്യൂഷൻ, അതേപോലെ ഡെവലപ്മെന്റ്, ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതെങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, മോഡേൺ സൊസൈറ്റിയിൽ ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 13 പഠിക്കാൻ പോകുന്നത്. ആൻഡ് സെയിം വേ യൂണിറ്റ് 14 വരുന്ന സമയത്ത് റാഷണാലിറ്റി, വർക്ക്, ഓർഗനൈസേഷൻസ്, അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലും റാഷണൽ ആയിട്ടുള്ള പ്ലാനിങ്സ് എങ്ങനെയൊക്കെയാണ്, വർക്ക് ഡിസിപ്ലിൻ എങ്ങനെയൊക്കെയാണ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് യൂണിറ്റ് 14 നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 15 എടുക്കുന്ന സമയത്ത് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ക്യാപിറ്റലിസം അല്ലെ. ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ഇന്നോവേഷൻസ്, ജോബ് ക്രിയേഷൻസ്, മാർക്കറ്റ് ഗ്രോത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് റോൾ പ്ലേ ചെയ്യുന്നുള്ളത്. വെൻ കമ്മിങ് ടു ഫ്രീഡം ആൻഡ് ലിബർട്ടി, യൂണിറ്റ് 16 എത്തുന്ന സമയത്ത് ക്യാപിറ്റലിസത്തിലെ ഇൻഡിവിജ്വലിന്റെ ഫ്രീഡത്തിനെ അല്ലെങ്കിൽ ലിബർട്ടീനൊക്കെ എങ്ങനെയാണ് എക്സ്റ്റൻഷനിൽ പ്രിസർവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. യൂണിറ്റ് 17 ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ കാൾ മാർക്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണല്ലോ. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യൂണിറ്റ്
ആയിട്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗോട് കൂടി തന്നെയാണ് കോൺസെപ്റ്റൽ ഫ്രെയിംവർക്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ വർക്കേഴ്സ് ഓൺ ലേബേഴ്സിൽ നിന്നും പ്രൊഡക്ട്സിൽ നിന്നും അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്നും ഹ്യൂമൻസിൽ നിന്നും എങ്ങനെയാണ് അലീനേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് എന്നുള്ള രീതിയിലുള്ളതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 17 നോക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ തിയറീസിലെ ഒരുപാട് ബ്ലോക്സ് ഉണ്ട്. ഞാൻ എല്ലാം നിങ്ങൾക്ക് അങ്ങനെ കവറപ്പ് ചെയ്തില്ല. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഇത്രയും നമുക്ക് പഠിക്കാണ്ടല്ലോ, ഇത്രയും കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിയിൽ തന്നെ എന്താ പറയുക സോവറിനിറ്റി ഉണ്ട്. അതേപോലെ സ്റ്റേറ്റ് പവർ ആസ് ഇലോബറേറ്റഡ് ആസ് മാർക്സ്, വെബർ, പാഴ്സൺ, മറ്റുള്ള തിയറിസ്റ്റുകൾ. മാർക്സിനൊക്കെ നമുക്കറിയാലോ ക്ലാസ് ഡോമിനേഷന്റെ ഒക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ്. അതേപോലെ വെബറിന്റെ ലെജിറ്റിമേറ്റ് അതോറിറ്റി, പാർസന്റെ ഫങ്ഷണൽ റോൾ, ഇതൊക്കെ ആ ഒരു യൂണിറ്റിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂണിറ്റ് 20 സിറ്റിസൺഷിപ്സ്, ഒരു ഇൻഡിവിജ്വലിന്റെ എന്താ പറയുക ലീഗലും പൊളിറ്റിക്കലും അവരുടെ സ്റ്റേറ്റസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ നമ്മൾ സിറ്റിസൺഷിപ്പിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ സിവിൽ സൊസൈറ്റി, ഡെമോക്രസി. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം NGOs ആണെങ്കിൽ, വോളണ്ടറി ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഡെമോക്രസി ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ റോൾ പ്ലേ ചെയ്യുന്നു, അതിലൊരു സിറ്റിസന്റെ ഒരു ക്യാപ്പബിലിറ്റി എന്താണെന്നാണ് നമ്മൾ യൂണിറ്റ് 21 പഠിക്കാൻ പോകുന്നത്. ബ്ലോക്ക് 6 എടുത്തു കഴിഞ്ഞാൽ ദ കണ്ടംപററി ഇഷ്യൂസ് ഓഫ് എത്തനിസിറ്റി ആൻഡ് ഐഡന്റിറ്റി. നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെ, ഇന്ത്യക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവറപ്പ് ചെയ്ത് പഠിക്കേണ്ടി വരും. സോ എന്താ പറയാ ഒരു കോൺസെപ്റ്റലൈസേഷൻ, എത്തനിസിറ്റി എന്ന കോൺസെപ്റ്റ് എന്താണ്, കൾച്ചറൽ ഹെറിറ്റേജ്, ലാംഗ്വേജ്, റിലീജിയൻ, ട്രഡീഷൻ ഒക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഐഡന്റിറ്റിയിൽ എങ്ങനെയാണ് റോൾ പ്ലേ ചെയ്യുന്നുള്ളത്. അതേപോലെ എന്താ പറയാ കൺസ്ട്രക്ഷൻ ഓഫ് ഐഡന്റിറ്റീസ് എങ്ങനെയാണ് സോഷ്യൽ പ്രോസസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളത്, ചേഞ്ച് ചെയ്യപ്പെടുന്നുള്ളത്. ആൻഡ് വെൻ കമ്മിങ് ടു ബൗണ്ടറീസ് ആൻഡ് ബൗണ്ടറി മെയിൻ്റെനൻസിൽ, കമ്മ്യൂണിറ്റീസിൽ തന്നെ നമുക്ക് കൾച്ചറൽ ബൗണ്ടറീസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് 24 കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ബ്ലോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിനെ മാത്രമാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ഇയറിനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഓവർലോഡഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണെന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം ബ്ലോക്ക് 7 എടുത്ത് നോക്കുവാണെങ്കിൽ ദർ ആർ കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസസ് ആൻഡ് ഇനീക്വാലിറ്റി, ക്ലാസ്, അതേപോലെ ജെൻഡർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ജെൻഡർ ബേസിസിൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെ ഉണ്ടാകുന്നു, പാട്രിയാർക്കി എങ്ങനെ ഉണ്ടാകുന്നു, ഡിവിഷൻ ഓഫ് ലെവൽ, നമ്മൾ കണ്ടംപററി സൊസൈറ്റിയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. അപ്പം കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒറിജിനെ കുറിച്ചിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള തിയറീസ്, റിലീജിയസ് ആയിട്ടുള്ള, ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള, റേഷ്യൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 28 കവർ ചെയ്യുന്നുള്ളത്. ഇഷ്യൂസ് ഓഫ് മോഡേണിറ്റി വരുന്ന സമയത്ത് തിയറീസ് ഓഫ് മോഡേണൈസേഷൻ, മോഡേണൈസേഷന്റെ പ്രോസസ്സും മോഡേണിറ്റിയുടെ കോൺസെപ്റ്റും ഡെവലപ്മെന്റൽ മോഡൽസും ഇതൊക്കെ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ബ്ലോക്ക് 8 നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഇപ്പൊ ലാസ്റ്റ് കണ്ടില്ലേ പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം അല്ലെ, അതായത് ഐഡിയ, ട്രൂത്ത്, നോളജ്, പവർ, അങ്ങനെയുള്ള പല കോൺസെപ്റ്റുകളും നമ്മൾ ഈ ഒരു ബ്ലോക്കിലായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവാം. അതേപോലെ വെൻ കമ്മിങ് ടു ദ റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ്, രണ്ടാമത്തെ പേപ്പറാണ് MSO 002 അല്ലെ. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് 1 തന്നെ അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി. അതിൽ നമുക്ക് 4 യൂണിറ്റ് ഉണ്ട്. ലോജിക് ഓഫ് ഇൻക്വയറിംഗ്, സോഷ്യൽ റിസർച്ച്, എംപിരിക്കൽ അപ്രോച്ച്, അതേപോലെ ഡൈവേഴ്സ് ലോജിക് ഓഫ് തിയറി ബിൽഡിംഗ്, തിയററ്റിക്കൽ അനാലിസിസ്. അതിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈവൻ തിയറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്, അതേപോലെ വേരിയസ് ആയിട്ടുള്ള ലോജിക്സ് എന്തൊക്കെയാണ്, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, ഗ്രൗണ്ടഡ് തിയറി ഒക്കെയുള്ള, അത് റിസർച്ച് മെത്തഡോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യാം. ബ്ലോക്ക് 2 എത്തുന്ന സമയത്ത് അവിടെ 4 യൂണിറ്റ് ഉണ്ട്. ഇഷ്യൂസ് ഓഫ് എപ്പിസ്റ്റമോളജി, അതേപോലെ ഫിലോസഫി, സോഷ്യൽ സയൻസ്, പോസിറ്റിവിസം ആൻഡ് ഇറ്റ്സ് ക്രിട്ടിക് അല്ലെ. പോസിറ്റിവിസം നമുക്ക് സോഷ്യോളജിയിൽ അറിയാം അല്ലെ, ഓഗസ്റ്റ് കോംറ്റെ, പോസിറ്റിവിസം. അതേപോലെ ഹെർമിയോട്ടിക്സ് അല്ലെ, ഹെർമിയോട്ടിക്സ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നിരുന്നാലും. ഓക്കെ, അതേപോലെ നമുക്ക് ബ്ലോക്ക് 3 3 യൂണിറ്റ് ആണുള്ളത്. കമ്പാരിറ്റീവ് മെത്തേഡ്, അതേപോലെ ഫെമിനിസ്റ്റ് അപ്രോച്ച്, പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഫെമിനിസ്റ്റ് അപ്രോച്ച് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ റിസർച്ചിൽ ജെൻഡർ പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, വിമൻസിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നുള്ളത്, ഇനീക്വാലിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളത്, എംപവർമെന്റിന്റെ ഫോക്കസസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ആ ഒരു യൂണിറ്റിൽ കവർ ചെയ്യും. ആൻഡ് ബ്ലോക്ക് 4 എത്തുന്ന സമയത്ത് ടൈപ്സ് ഓഫ് റിസർച്ച് അല്ലെ, ബേസിക് ആയിട്ടുള്ള, അപ്ലൈഡ് ആയിട്ടുള്ള, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പല ടൈപ്സ് ഓഫ് റിസർച്ച്.
അതേപോലെ മെത്തേഡ്സ് ഓഫ് റിസർച്ച്, എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ, റിസർച്ച് ഒബ്ജക്റ്റീവ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കണം. നമ്മൾ റിസർച്ച് ചിലപ്പോൾ PG കഴിഞ്ഞ് PhD ചെയ്യാനോ MPhil ചെയ്യാനോ ഒക്കെ, ഇപ്പൊ MPhil ഇല്ല എന്നാലും ചില യൂണിവേഴ്സിറ്റി ഇപ്പോഴും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന കോഴ്സസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം അങ്ങനെ പ്ലാനുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അവരെങ്ങനെയാണ് എലമെന്റ്സ് ഓഫ് ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നൊക്കെയാണ് ബ്ലോക്ക് 4 നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ആൻഡ് ഇവിടെ ബ്ലോക്ക് 5 എടുത്ത് നോക്കുവാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ സാമ്പിളിംഗ് മെത്തേഡ്സ്, അതിൽ തന്നെ എസ്റ്റിമേഷൻ ഓഫ് സാമ്പിൾ സൈസ് എങ്ങനെയാണ് നമുക്കറിയാം. അതേപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻസ് ആൻഡ് വേരിയബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിയിലൊന്നും നമുക്ക് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവത്തില്ല. കാരണം ഇത് കുറച്ചും കൂടി നമ്മൾ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് PGയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന പേപ്പേഴ്സ് ആണ്. അതേപോലെ മെഷേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്, ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്, എങ്ങനെ നമ്മളൊരു ഒരു ടെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യും. അതേപോലെ കോറിലേഷൻ, റിഗ്രഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ MSO 02ന്റെ ബ്ലോക്ക് 5 കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത്. സെയിം സർവേ റിസർച്ച് ബ്ലോക്ക് 6 എടുക്കുന്ന സമയത്ത് സർവേ മെത്തേഡ് എന്തൊക്കെയാണ്, സർവേ ഡിസൈൻ എന്തൊക്കെയാണ്, സർവേ ഇൻസ്ട്രുമെന്റേഷൻ എന്തൊക്കെയാണ്, സർവേ എക്സിക്യൂഷൻ ആൻഡ് ഡാറ്റ അനാലിസിസ് എന്തൊക്കെയാണെന്നൊക്കെ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇപ്പം ബ്ലോക്ക് 7 എത്തുന്ന സമയത്ത് അവിടെയും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, 5 യൂണിറ്റ് ആണുള്ളത്. 5 യൂണിറ്റിൽ ഫീൽഡ് റിസർച്ച് സെക്കൻഡ് പാർട്ട്, അതേപോലെ റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് ട്രയാങ്കുലേഷൻ, അതേപോലെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഫോർമാറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്, റൈറ്റിംഗ് അപ്പ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഇതൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 7 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുള്ളത്, കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളത്. ബ്ലോക്ക് 8 എടുത്ത് നോക്കുവാണെങ്കിൽ യൂസിങ് ഇന്റർനെറ്റ് ആൻഡ് വേർഡ് പ്രോസസർ, യൂസിങ് SPSS, ഇതൊക്കെ കുറച്ചും കൂടി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആണ് അല്ലെ ബ്ലോക്ക് 8 പറയുന്നുള്ളത്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ ബ്ലോക്ക് എന്താ, ഒരു യൂണിറ്റ് 29 കണ്ടില്ലേ, അബൌട്ട് യൂസിങ് ഇന്റർനെറ്റ് ആൻഡ് വേർഡ് പ്രോസസർ അല്ലെ. ഇന്റർനെറ്റ് വേർഡ് പ്രോസസറും റിസർച്ചിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ എന്താ പറയാ, വെൻ ഫോക്കസിങ് ഓൺ SPSS ആൻഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. SPSS എന്നതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ, ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഡാറ്റ അനാലിസിസ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്സിലൊക്കെ നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മളുടെ 3ാമത്തെ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് അല്ലെ. ദിസ് ഇസ് ഫോർ അവർ കോഴ്സ് MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്. അതായത് നമ്മളൊരു ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഒരു സോഷ്യോളജിയിൽ കണക്ട് ചെയ്യപ്പെടുന്നുള്ളത്. ബ്ലോക്ക് 1 എടുത്ത് നോക്കുവാണെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തെ കുറിച്ചിട്ടുള്ള യൂണിറ്റ് ആണ് ഈ ബ്ലോക്കിൽ മൊത്തം ഉള്ളത്. ലൈക്ക് എന്താ പറയുക, ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ്, ഡെവലപ്മെന്റും പ്രോഗ്രസും തമ്മിലുള്ള കൈൻഡ് ഓഫ് ഒരു ഇക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 2 ചേഞ്ച്, മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ചേഞ്ച്, മോഡേണൈസേഷൻ, ഡെവലപ്മെന്റ്, ഇതൊക്കെ എന്താണ്, ഇതിന്റെയൊക്കെ ഡെഫിനിഷൻസ് എന്താണ്, ഇതിന്റെയൊക്കെ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്നാണ് ആ യൂണിറ്റിൽ പറയാൻ പോകുന്നത്. ആൻഡ് സോഷ്യൽ, ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ് ഉണ്ട്. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് എന്നുള്ള 2ാമത്തെ ബ്ലോക്കിൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതേപോലെ എന്തൊക്കെ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡേണൈസേഷൻ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മോഡേണൈസേഷന്റെ ഒരു അപ്രോച്ച് എന്താണ് എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ ഇപ്പൊ യൂണിറ്റ് 6 എടുത്ത് നോക്കുവാണെങ്കിൽ ലിബറൽ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റിനെ ലിബറൽ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. യൂണിറ്റ് 7 മാർക്സിയൻ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്, മാർക്സിസ്റ്റിന്റെ ഡെവലപ്മെന്റ് തിയറീസ്. നമുക്കറിയാം മാർക്സ് ഓൾറെഡി ഹ്യൂമൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരു തിയറിസ്റ്റ് ആണ്. സോ അതേപോലെ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു കോൺസെപ്റ്റ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 8 ഗാന്ധിയൻ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്. അപ്പൊ നമ്മളെപ്പോഴും ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള, എപ്പോഴും സോഷ്യോളജി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വെസ്റ്റേൺ ആയിട്ടുള്ള തിയറീസ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ സോഷ്യോളജി തിയറിനെ കണക്ട് ചെയ്യാറുള്ളത്. സെയിം വേ നമുക്ക് ഒരുപാട് ഗാന്ധിയൻ അല്ലെങ്കിൽ ഇൻഡോളജിക്കൽ ആയിട്ടുള്ള കുറെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അതേപോലെ നമ്മളെ ബ്ലോക്ക് 3 എടുത്ത് നോക്കുവാണെങ്കിൽ ക്രിട്ടിക്സ് ഓഫ് ഡെവലപ്മെന്റ്. ക്രിട്ടിക്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ എന്താണ്, പല രീതിയിലുള്ള വിമർശനങ്ങളാണ് അല്ലെ. യൂണിറ്റ് 9 ഡിപ്പെൻഡൻസി തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്. അതായത് എന്താ പറയാ, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ അണ്ടർ ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഈ തിയറി പറയുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് സംഭവിക്കുന്നുള്ളത്, മറ്റ് രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന പല പ്രോബ്ലംസും നമ്മൾ ഇതിൽ കവർ ചെയ്യും. അതേപോലെ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത്
സമൂഹത്തിന്റെയും അതേപോലെ മനുഷ്യരുടെയും ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യം, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, ജീവിത നിലവാരം, ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അതേപോലെ യൂണിറ്റ് 11 എടുത്ത് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് ജെൻഡർ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ്, അല്ലെ? ഒരു ഡെവലപ്മെന്റിന് ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നുള്ളത്, സ്ത്രീകളുടെ പങ്ക് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിന്റെ ഒക്കെ പങ്ക്, അവരുടെ റൈറ്റ്സ്, ഇനീക്വാലിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു, അതേപോലെ അവസരങ്ങൾ, അല്ലെ? നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ ഈ യൂണിറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ബ്ലോക്ക് 4 എടുത്ത് നോക്കുവാണെങ്കിൽ മൈക്രോ പ്ലാനിങ്, ഇക്കോളജി, എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, എത്നോ ഡെവലപ്മെന്റ്, പോപ്പുലേഷൻ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമ്മളിപ്പം ബ്ലോക്ക് 5 കമ്പാരേറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ്, അല്ലെ? യൂണിറ്റ് 16, യൂണിറ്റ് 17, യൂണിറ്റ് 18, യൂണിറ്റ് 19, അല്ലെ? ഇന്ത്യ, കാനഡ, സിംബാബ്വെ, ബ്രസീൽ, ഇതിലൊക്കെ അതായത് വിവിധ രാജ്യങ്ങളിലെ ഡെവലപ്മെന്റ് അനുഭവങ്ങളെ എങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് എന്നാണ് ഈ ബ്ലോക്ക് പറയുന്നുള്ളത്. അപ്പൊ അതിന്റെ ചരിത്രവും അതിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബ്ലോക്ക് 6 എടുക്കുന്ന സമയത്ത് ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം, അല്ലെ? ഈ ആശയത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു ബ്ലോക്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഇക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷൻ നമ്മുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ ഇതിൽ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ലിബറലൈസേഷൻ ആൻഡ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അല്ലെ? ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നുള്ളത്. അതേപോലെ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഇൻഡിജീനിയസ് നോളജ്, ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും അതേപോലെ ലോക്കൽ ആയിട്ടുള്ള നോളജിനെയൊക്കെ എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഫൈനലി നമുക്കൊരു യൂണിറ്റ് 23 നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. WTO, ഗാട്ട്സ്, ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഫ്ലോസ്, അല്ലെ? ഈ അന്താരാഷ്ട്രമായിട്ടുള്ള അല്ലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെയും നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനത്തിന്റെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും ഹ്യൂമൻ റിസോഴ്സസിന്റെയും ഒരു ഒഴുക്കിനെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ് 23 കവർ ചെയ്യുന്നുള്ളത്. ബ്ലോക്ക് 7ഉം 8ഉം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയമെൻഷൻസ് ഓഫ് നോളജ് സൊസൈറ്റി, ഇഷ്യൂസ് ഓഫ് ആക്സസ് ആൻഡ് ഇക്വിറ്റി, ക്രിട്ടിക് ഓഫ് നോളജ് സൊസൈറ്റി, ചേഞ്ചിങ് റോൾസ് ഓഫ് മീഡിയ ആൻഡ് ICT എംപ്ലോയ്മെന്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ബ്ലോക്ക് 8 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ്, സോഷ്യൽ മൂവ്മെന്റ്, അതായത് ഡാം ഡിസ്പ്ലേസ്മെന്റ്, നമുക്കറിയാം, അല്ലെ? എന്താ പറയാ, മൂവ്മെന്റ്സും പല രീതിയിലുള്ള മൂവ്മെന്റ്സും ഡെവലപ്മെന്റും അതുണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെയാണ് ആ ബ്ലോക്സിൽ പറയുന്നുള്ളത്. അതേപോലെ ഇറ്റ്സ് അബൌട്ട് ഡാം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അണക്കെട്ടുകൾ കാരണം, ഡാം കാരണം ആളുകൾക്ക് അവരുടെ സ്ഥലം നഷ്ടമാകുന്നതിനെ കുറിച്ചിട്ടും അതിന്റെ ഒരു സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടൊക്കെ യൂണിറ്റിൽ പറയും. അതേപോലെ ഗ്രീൻ പീസ് മൂവ്മെന്റ്, നമ്മളെ പരിസ്ഥിതി എൻവയോൺമെന്റലിന്റെ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന മൂവ്മെന്റ് ആണ്. സോ ഫോക്കസിങ് ഓൺ ദ പീപ്പിൾ, സയൻസ് മൂവ്മെന്റ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു അവബോധം വളർത്തുന്നതിന്, ഒരു അവയർനെസ് വളർത്തുന്നതിനെ കുറിച്ചുള്ള മൂവ്മെന്റ് ആണ്. സോ ഫൈനലി സിവിൽ സൊസൈറ്റി മൂവ്മെന്റ്സ് ഉണ്ട്, അതിന്റെ ഗ്രാസ് റൂട്ട് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇത്രയാണ് നമുക്ക് MSO 003 പഠിക്കാനുള്ളത്. അതേപോലെ MSO 004 കൂടിയുണ്ട് നമുക്ക് ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, സോഷ്യോളജി ഇൻ ഇന്ത്യ. സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ടേക്ക് സോഷ്യോളജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ഉദ്ദേശിക്കുന്നുള്ളത്. അതിൽ തന്നെ ലെറ്റ്സ് ലുക്ക് അറ്റ് ബ്ലോക്ക് 1, അല്ലെ? ടൈറ്റിൽ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സോഷ്യോളജി എങ്ങനെയാണ് വളർന്നു വന്നത് എന്നാണ് ഈ ബ്ലോക്കിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നുള്ളത്. അതിൽ തന്നെ യൂണിറ്റ് 1 ഇറ്റ്സ് അബൌട്ട് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. സോഷ്യോളജിയുടെ തുടക്കകാലത്ത് തന്നെ ഈ കൈൻഡ് ഓഫ് ഒരു സാമൂഹിക പശ്ചാത്തലത്തിനും അതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെയൊക്കെ ഒരു എമർജൻസ് എന്തൊക്കെയാണെന്നാണ് ആ ഒരു യൂണിറ്റിൽ പറയുന്നുള്ളത്. വെൻ കമ്മിങ് ടു ദ യൂണിറ്റ് 2 എമർജൻസ് ഓഫ് ദ ഡിസിപ്ലിൻ, ഇഷ്യൂസ് ആൻഡ് തീംസ്, ഈ വിഷയത്തിൽ ഇതെങ്ങനെയാണ് എമർജ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസും എന്തൊക്കെ സബ്ജക്റ്റും ഒക്കെയാണ് ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അതൊക്കെയാണ് ആ യൂണിറ്റിൽ പറയുന്നത്. ആൻഡ് ഫൈനലി യൂണിറ്റ് 3 വില്ലേജ് സ്റ്റഡീസ്, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലെ ഗ്രാമങ്ങളെ കുറിച്ചിട്ടും അതിനെ പറ്റിയിട്ട് ഏതൊക്കെ തിയറിസ്റ്റുകളാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് യൂണിറ്റ് 3 പറയുന്നുള്ളത്. ബ്ലോക്ക് 2 എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ്, വ്യൂ ഫ്രം ദ ഫീൽഡ്, അംബേദ്കർ ആൻഡ് ലോഹി ഓൺ കാസ്റ്റ്, സെൻസസ് പെർസ്പെക്റ്റീവ്, ഇതൊക്കെ നമ്മൾ ബ്ലോക്ക് 4 ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതേപോലെ
ബ്ലോക്ക് 3 എടുത്ത് നോക്കുവാണെങ്കിൽ പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്, അല്ലെ, കുടുംബം, വിവാഹം, അതേപോലെ റിലേഷൻഷിപ്സ്, കിൻഷിപ്പ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് ഈ ബ്ലോക്കിൽ പറയുന്നുള്ളത്. ഇറ്റ്സ് അബൌട്ട് ലൈക്ക് ദ ഹൗസ് ഹോൾഡ് ആൻഡ് ദ ഫാമിലി, ഒരു വീട് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഫാമിലി ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്. അത് നമ്മൾ വിചാരിക്കുന്നത് സിമ്പിൾ ആണെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നിങ്ങൾ ഇതൊക്കെയാണല്ലോ പഠിക്കുന്നത്, ഫാമിലി മാരേജ് സിസ്റ്റത്തിനൊക്കെ പറ്റിയിട്ടാണല്ലോ പഠിക്കുന്നത്, ഇത്രയേ ഉള്ളൂ സോഷ്യോളജി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നിൽ നമുക്ക് ഓരോരു തിയറിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ യൂണിറ്റ് 10 ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആസ് എ കോപ്പറേറ്റീവ് കോൺഫ്ലിക്റ്റിംഗ് യൂണിറ്റ്, അല്ലെ, എന്ത് രസമായിട്ടുള്ള ഒരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടോ. അപ്പം ഇത്തരത്തിലുള്ള ഒരു കുടുംബം എങ്ങനെയാണ് ഒരുമിച്ച്, അതുപോലെ തന്നെ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ആ യൂണിറ്റിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അതേപോലെ മാരേജ് ആൻഡ് ചേഞ്ചിങ് പാറ്റേൺസ്, ഒരു വിവാഹം, അതിന് മാറ്റിക്കൊണ്ടിരിക്കുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ ആ യൂണിറ്റിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അതേപോലെ യൂണിറ്റ് 12 എടുത്ത് നോക്കുവാണെങ്കിൽ ഡെസെന്റ് ആൻഡ് അലയൻസ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കിൻഷിപ്പ് വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അത് പഠിക്കാനുള്ള 2 പ്രധാന വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു യൂണിറ്റിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 എടുത്ത് നോക്കുവാണെങ്കിൽ പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് ആ ഒരു ബ്ലോക്കിൽ പറയുന്നുള്ളത്. ഇപ്പം വർക്കിംഗ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ജെൻഡർ, ക്ലാസ്, അതേപോലെ കാസ്റ്റ്, ഇതൊക്കെ നമുക്ക് ആ ഒരു സംഭവത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെയും നമുക്ക് ഒരുപാട് ബ്ലോക്സ് ഉണ്ട്. MSO 005 പെർസ്പെക്റ്റീവ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ 5th ബ്ലോക്ക്. അതേപോലെ ബ്ലോക്ക് 6 പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, റിലീജിയൻ ആൻഡ് കൾച്ചർ, കൊഹീസീവ് ആൻഡ് ഡിവിഷൻ ഡയമെൻഷൻ ഓഫ് റിലീജിയൻ, സെക്യുലറൈസേഷൻ, എന്തിനാണ് റിലീജിയൻ, അല്ലെ, ഒരു സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള തിയറീസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് എന്നതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഇത്തരത്തില് ബ്ലോക്ക് 6 അതേപോലെ ബ്ലോക്ക് 7 ഉണ്ട്, ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ്, അർബനൈസേഷൻ, മൈഗ്രേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പം ബ്ലോക്ക് 8 എടുത്ത് നോക്കുവാണെങ്കിൽ പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ്, മീനിങ്സ്, ഡയമെൻഷൻസ്, ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ്, പെസന്റ് മൂവ്മെന്റ്സ്, അല്ലെ, പെസന്റ് മൂവ്മെന്റ്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആരൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം, സബാൾട്ടൻ മൂവ്മെന്റ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ്, പഴയ മൂവ്മെന്റ്സും പുതിയ മൂവ്മെന്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്ക് യൂണിറ്റ് 32 പഠിക്കാനുള്ളത്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്തുള്ളത് നിങ്ങളുടെ സിലബസിൽ കവർ ചെയ്യുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാൻ പോകുന്നുള്ളത് അസൈൻമെന്റിന്റെ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഓക്കെയാലും ഇത്രയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനാണ് ടെൻഷൻ അടിക്കണം, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ തരുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലോട്ടൊക്കെ നമുക്ക് മാറ്റിയിട്ട് എടുക്കാം. സോ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന, നമ്മൾ ചിലപ്പോൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അത്രയും ഇൻവോൾവഡ് ആയിട്ട് ഉണ്ടാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ അത്രയും അറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇഗ്നോർഡ് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻസും ഒക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ടും ഒരു ചെറിയ ഐഡിയ തരിക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, അല്ലെ, പാർട്ട് ഓഫ് യുവർ സ്റ്റഡീസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അല്ലെ, സ്ലൈഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അസൈൻമെന്റ്, അതായത് ഓരോ കോഴ്സിനും സാധാരണയായിട്ട് ഒരു അസൈൻമെന്റ് ഉണ്ടാകും. ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പേപ്പറാണ്. ഇത് കൃത്യസമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. യൂഷ്വലി ഒരു ഡ്യൂ ഡേറ്റ് തരും. ഡേറ്റ്സ് ആർ ഇൻ സെപ്റ്റംബർ ഓർ ഒക്ടോബർ ഫോർ ദി ജാനുവരി ബാച്ച്. നിങ്ങൾ ജൂലൈ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് കൊണ്ട് മോസ്റ്റ്ലി ഇറ്റ്സ് ഓൺ ഏപ്രിൽ ആയിരുന്ന സമയത്താണ് നിങ്ങളൊക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ അസൈൻമെന്റുകൾ കൃത്യസമയത്ത് സമർപ്പിക്കേണ്ടത് എന്താ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അസൈൻമെന്റ് ഹാവ് കൈൻഡ് ഓഫ് ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും നമ്മുടെ ഒരു എക്സാമിനേഷനിലും ലാസ്റ്റത്തെ ഒരു അഗ്രിഗേറ്റ് സ്കോറിലും ഉണ്ടാവാറുണ്ട്. ഇപ്പം അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അസൈൻമെന്റ് ഹാവ് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ട്, അതേപോലെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതണം. നിങ്ങളുടെ അസൈൻമെന്റുകൾ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഇഗ്നോ സ്റ്റഡി സെന്റർ, നിങ്ങൾ ഏത് ഇഗ്നോ സ്റ്റഡി സെന്റർ ആയിട്ടാണ് കണക്ട് ആയിട്ടുള്ളത് അവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. മേക്ക് ഷുവർ ടു സബ്മിറ്റ് ഇറ്റ് ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാനുള്ളത്. അതായത് നിങ്ങളുടെ അസൈൻമെന്റിന്റെ കോപ്പി നിങ്ങളിപ്പം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമല്ലോ, അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒക്കെ കോപ്പി എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. ഓൾസോ അസൈൻമെന്റ് സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ഒരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസിപ്റ്റ് ഉണ്ടാവും, അതൊരിക്കലും വാങ്ങാൻ മറക്കരുത്. കാരണം എന്തെങ്കിലും ആവശ്യം പിന്നീട് ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ അസൈൻമെന്റ് സമർപ്പിച്ചിട്ട് അസൈൻമെന്റ് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറിനെ വിലയിരുത്തും, അല്ലെ. നിങ്ങൾക്കറിയില്ല, നമ്മളിപ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് ഒരു
ഒരാൾ വിലയിരുത്തും അല്ലെ, അതുപോലെ തന്നെ ഒരാൾ വാല്യൂ ചെയ്യും. നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ലൈക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റുകൾ ഒരു അക്കാഡമിക് കൗൺസിലർ വാല്യൂ ചെയ്യും. സോ അതിനുശേഷം മാർക്കുകളും അതേപോലെ കമന്റുകളൊക്കെ, അതിന്റെ മുകളിലുള്ള കമന്റ് ഇങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അസൈൻമെന്റ്, എത്രത്തോളം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ അതിന്റെ മുകളിൽ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് ഒക്കെ രേഖപ്പെടുത്തിയിട്ട് ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് റിട്ടേൺ കിട്ടും. സോ ദീസ് അസൈൻമെന്റ്സ് ആർ നൗ കോൾഡ് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്, TMA എന്ന് കാണും. ചിലപ്പോൾ നിങ്ങളെ ഫസ്റ്റത്തെ ഷീറ്റിൽ, നിങ്ങളുടെ അസസ്മെന്റ് ഷീറ്റിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ TMA എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. അത് ജസ്റ്റ് എന്താണ്, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ നിങ്ങളൊരു കോഴ്സിന് അസൈൻമെന്റിന് കുറഞ്ഞത് 40% മാർക്ക് മാത്രം നേടിയാലും മാത്രമേ ആ കോഴ്സിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത നേടൂ. അതേപോലെ തന്നെ ഇതിൽ 35% എന്നാണ് ഉള്ളത്. അതൊരു മിസ്റ്റേക്കിൽ പറ്റിയതാണ്. സോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മളെ മിനിമം 40% മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ കോഴ്സിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ നമ്മൾ യോഗ്യത നേടുള്ളൂ. സോ അസൈൻമെന്റ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എലിജിബിലിറ്റി അല്ലെ. സോ ഒരുപക്ഷെ നമ്മുടെ ആദ്യ ശ്രമത്തിൽ തന്നെ അസൈൻമെന്റ് പാസ്സായില്ല, നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഗോളിലോട്ടേക്ക് എത്താൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചത്രയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റിയില്ല. പാസ്സായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അടുത്ത അടുത്ത അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ലൈക്ക് ഇഫ് യു ഡു നോട്ട് പാസ് ഇൻ ദ സബ്മിറ്റഡ് അസൈൻമെന്റ്, യു ഹാവ് ടു ഡൗൺലോഡ് ഫ്രഷ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രഷ് അസൈൻമെന്റ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അക്കാഡമിക് സെഷനിൽ റീസബ്മിറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. സോ എല്ലാവർക്കും അസൈൻമെന്റിന്റെ ഒരു കൃത്യസമയത്ത് ചെയ്യാനും അല്ലെങ്കിൽ നല്ല മാർക്കൊക്കെ നേടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കണം കേട്ടോ. അതേപോലെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ ഉണ്ട്. ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ജൂണിലും അതേപോലെ ഡിസംബറിലുമാണ് എക്സാം നടക്കുന്നുള്ളത്. നിങ്ങൾ ജൂലൈ ബാച്ച് ആയതുകൊണ്ട് നിങ്ങളുടെ എക്സാം എപ്പോഴും ജൂണിലായിരിക്കും നടക്കുക. സോ ടേം ആൻഡ് എക്സാമിനേഷൻ ആർ ഹെൽഡ് ഇൻ ജൂൺ ആൻഡ് ഡിസംബർ എവറി ഇയർ. ആ ഒരു സാധനം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ അസൈൻമെന്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം അതിൽ പാസ് മാർക്ക് നേടിയാൽ മാത്രമേ ഈ പരീക്ഷകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു യോഗ്യത ഉണ്ടാവുള്ളൂ, നമുക്ക് ആ ഒരു എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. So after successful completion of your coursework, like assignments ആണെങ്കിലും getting pass grades in assignments, you are eligible to fill the exam form online for those courses. So പരീക്ഷ എഴുതുന്നതിന് മുൻപ് നിങ്ങൾ ഓൺലൈൻ ആയിട്ട് പരീക്ഷാ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഒരു കൈൻഡ് ഓഫ് ഡ്യൂ ഡേറ്റ് ഉണ്ടാവും. ഫോർ ദി ജൂൺ എക്സാം ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി മാർച്ച് 31st ആൻഡ് ഫോർ ദി ഡിസംബർ എക്സാം ഇറ്റ്സ് സെപ്റ്റംബർ 31st. ഓക്കെ, അതേപോലെ റിമെമ്പർ ടു ഫിൽ ദ ഫോംസ് ബിഫോർ ദി ലാസ്റ്റ് ഡേറ്റ്. അതേപോലെ തിയറി പരീക്ഷകൾക്ക് പുറമെ പ്രാക്ടിക്കൽ ടേം ആൻഡ് എക്സാമിനേഷൻസും പ്രത്യേകം നടത്താറുണ്ട്. നിങ്ങൾ അസൈൻമെന്റ്സുകളിൽ നേടുന്ന മാർക്കുകൾ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിന്റെ, നമുക്കിപ്പം ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും, 30% വെയിറ്റേജ് ആണ് ഉള്ളത്. അതായത് നിങ്ങളുടെ അസൈൻമെന്റിൽ എത്ര മാർക്ക് നേടുന്നു എന്നതിനനുസരിച്ച് അതിന്റെ 30% നിങ്ങളുടെ മൊത്തം മാർക്കിലേക്ക് വരും. അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡ് ഞാൻ കാണിക്കാം. നിങ്ങളുടെ മൊത്തം മാർക്കിലേക്ക് വരും. അതേപോലെ 30% ഓഫ് മാർക്ക് ഒബ്റ്റെയിൻ ഇൻ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് അല്ലെ. നിങ്ങളിപ്പം അസൈൻമെന്റിന് എത്ര മാർക്ക് കിട്ടുന്നു അതിന്റെ 30% മാർക്കും, അതേപോലെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷന് കിട്ടുന്നത് അതിന്റെ 70% മാർക്കും ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ഫോർ തിയറി കോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയാണ് നിങ്ങളുടെ എക്സാമിനേഷനും അതേപോലെ അസൈൻമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ മാപ്പിംഗ് യൂണിറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ലേൺ വൈസിന്റെ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡ് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഓർ ഹെൽപ്പ് ബുക്ക്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഡാഷ്ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ എന്തുണ്ടാവും, റെക്കോർഡഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഉണ്ടാവും, വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും. അതേപോലെ ഹെൽപ്പ് ബുക്ക് എന്നുള്ളൊരു സംഭവം കണ്ടിട്ടുണ്ടാവും അല്ലെ. ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് നോട്ട് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ SLM ഉണ്ടാവും, ഇഗ്നോർഡ് SLM ഉണ്ടാവും, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. പിന്നെ നിങ്ങൾ ഏറ്റവും ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലോക്ക് കോൺസെപ്റ്റുകൾ അല്ലെ. എക്സാംപീഡിയ, ESG എന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത്, എക്സാം ആസ്ക് അല്ലെ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ പറയുന്ന എക്സാംപീഡിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ചില ദിവസങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് വളരെ യൂഷ്വൽ ആയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1.25x ഇട്ടിട്ട് കുറച്ചും കൂടി സ്പീഡപ്പ് ആയിട്ട് കാണാം. അതേപോലെ തന്നെ ഹെൽപ്പ് ബുക്ക് സമ്മറിയും കൂടി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി. പിന്നെ എടുത്തു പറയാനുള്ളത് ഫാസ്റ്റ് ട്രാക്ക് പാത്തേഴ്സ്. എക്സാം ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംപീഡിയ ESG കുറിച്ച് വായിക്കുക. അതേപോലെ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അൾട്ടിമേറ്റ് അനാലിസിസ് ഒക്കെ എടുത്ത് വായിച്ചിട്ട് ഓക്കെ ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ
റെക്കോർഡഡ് ലെക്ചേഴ്സ് കുറച്ചും കൂടി നമ്മൾ കോർ സ്റ്റഡി സ്റ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡഡ് ലെക്ചേഴ്സ് കാണുന്ന സമയത്ത് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് 1.25 എക്സിലിട്ട് കാണുക. ചില കീവേഡ്സ് കാണുമ്പോൾ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് നോട്ട് ഔട്ട് ചെയ്യാം. അതേപോലെ ടൈം സ്റ്റാമ്പ്സ് കൊടുക്കാം. പിന്നെ ലൈവ് സെഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങളിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെന്റർ വൈസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മെന്റർ ആയിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വിത്തൗട്ട് മെന്റർ പാക്കേജിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള LSC ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ ഹെൽപ്പ് ബുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ ആഡഡ് നോട്ടിനാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചില ദിവസങ്ങൾ മൈ ലേൺ വൈസ് ഡേ ഒക്കെ അയക്കുന്ന സമയത്ത് വാൻ എന്ന് കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട് അടിക്കും. വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ബുക്കിന് സമാനമാണ്. ക്ലീൻ ആയിട്ടുള്ള എക്സാം റെഡി എക്സ്പ്ലനേഷൻസ്, വളരെ ഈ ഒരു കോൺസെപ്റ്റ് ഇത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു വളരെ എളുപ്പത്തിലുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ഒരു യൂണിറ്റിന്റെ ഓവർവ്യൂ, അതിന്റെ കീ ടേംസ്, അതിന്റെ ഷോർട്ട് എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ഹെൽപ്പ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എക്സാം പീരീഡ് എടുത്ത് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എക്സാംസ് ഒക്കെ എങ്ങനെയാണ് ഐഡിയാസ് ഫ്രെയിം ചെയ്യേണ്ടത്, ഏറ്റവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എന്താ പറയാ ഏറ്റവും ഹൈലി ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സാം പീരീഡിൽ വരുന്നുള്ളത്. പിന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് ആ സമയങ്ങളിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലോട്ടേക്ക് മാറ്റി എഴുതുകയോ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഓൾറെഡി നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് അല്ലെ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏത് രീതിയിലാണ് ഇഗ്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു PYQA നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ ഡാഷ്ബോർഡ്സിൽ കൃത്യമായ രീതിയിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിനോട് യൂസ്ഡ് ആവും. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മെന്റർ പവേർഡ് ആയിട്ടുള്ള വിത്ത് മെന്റർഷിപ്പ് പാക്കേജിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇവിടുന്ന് എല്ലാ പേപ്പേഴ്സിന്റെയും എല്ലാ യൂണിറ്റ് വൈസ് ഉള്ള എല്ലാ ബ്ലോക്ക് വൈസ് ഉള്ള സംഭവങ്ങളും ലൈവ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആസ് പോസിബിൾ നമ്മൾ അതിന്റെ ടൈം ടേബിൾസ് ഒക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യും. അതേപോലെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും കൂടി ഇവിടെ ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കൂടാതെ നമുക്കറിയാം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഈ EP എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, ഹാപ്പിനെസ് അംബാസിഡർ. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അയ്യോ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ കണക്ട് അവർ ഹാപ്പിനെസ് അംബാസിഡർ. മാം എനിക്ക് ഒരാളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വേണം തോന്നുന്നു, കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് എന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒന്ന് ഔട്ട്കം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്, ആരുടെ ഞാൻ സംസാരിക്കേണ്ടത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൊരു കൈൻഡ് ഓഫ് ഒരു കൗൺസിലിംഗ് ഒക്കെ പോലെ ഒരു ഗൈഡൻസ് ഒക്കെ പോലെ നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകാനും പറ്റും. ഈ EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ EP എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. മുൻപ് നമ്മൾ ലൈവ് സെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കറന്റ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാവും. കറന്റ് നമ്മൾ ലൈവ് സെഷൻസ് ഇതിന്റെ കൊടുക്കുന്നില്ല. അതേപോലെ കരിക്കുലർ ഇവന്റ്സ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ അറിയാം ലേൺ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ നിങ്ങളൊരു കോഴ്സ് ചെയ്യുവാണല്ലോ, അപ്പൊ നമുക്ക് പല രീതിയിൽ ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള സെലിബ്രേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഓൺലൈനിൽ തന്നെ കണ്ടക്ട് ചെയ്യും. സോ കരിക്കുലർ ഇവന്റ്സും ഉണ്ടാവും, അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട് എന്നുള്ളൊരു ഒരു സംഭവം കൂടിയുണ്ട്. നമ്മൾ എവിടെ നിന്ന് പഠിക്കണം അല്ലെ. പല ലേണേഴ്സും പറ്റുള്ള ഒരു പ്രശ്നമാണ്, മാം എവിടെ നിന്ന് പഠിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം, ഏത് യൂണിറ്റിൽ തുടങ്ങണം, അല്ലെങ്കിൽ ഏത് പേപ്പറിൽ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്കാഡമിക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് അത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിക്കാം. നമ്മളൊരു അക്കാഡമിക് ടൈം ടേബിൾ ഉണ്ട്. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് നിങ്ങൾക്ക് ഷെയറും ചെയ്യും. സോ ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ആദ്യത്തെ 2 പേപ്പേഴ്സിന്റെ ആയിരിക്കും നമ്മൾ ടൈം ടേബിൾ ഔട്ട് ചെയ്യുക. അത് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് 2 കോഴ്സിന്റെ ടൈം ടേബിൾ നമ്മൾ തരും. അതേപോലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും ഈച്ച് സെഷന് ശേഷം. നമ്മളെ ഇപ്പം 4ാമത്തെ സെഷനാണ്. ഓരോ സെഷന് ശേഷവും നമ്മൾ ഒരു എന്താ പറയുക ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ടാവും. അതും നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുള്ളൂ. എന്താണ് നിങ്ങൾ ലേൺ വൈസ് എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഏത് ഔട്ട്പുട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് തരുന്നുള്ളത്. ലേണേഴ്സും അതേപോലെ ലേൺ വൈസ് ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആക്ഷൻ ടാസ്ക് തരുന്നുള്ളത്. ഓക്കെ, ആക്ഷൻ ടാസ്ക് എന്താണെന്നൊക്കെ നമുക്ക് ഈ സെഷന്റെ ശേഷം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം.
ഇത്രയാണ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് പ്രോഗ്രാമിനെ പറ്റിയിട്ട്, അതിന്റെ കോഴ്സിനെ പറ്റിയിട്ട്, ബ്ലോക്സിനെ പറ്റിയിട്ട്, അതിൻ്റെ ഉള്ളിലെ യൂണിറ്റ്സിനെ പറ്റിയിട്ട്, അതേപോലെ മാപ്പിംഗ് യൂണിറ്റ്സ് ടു റെക്കോർഡഡ് ആയിട്ടുള്ള ഹെൽപ്പ് ബുക്കുകളുണ്ട്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും, നമുക്ക് ഹെൽപ്പ് ബുക്കുകൾ ഉണ്ടാവും, എക്സാം പീഡിയാസ് ഉണ്ടാവും, അസൈൻമെന്റ് ഗൈഡ് ഉണ്ടാവും, അതേപോലെ പ്രീവിയർ ഇയർ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതേപോലെ നമ്മൾ ടൈം ടേബിൾസ് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്, അതേപോലെ ആക്ഷൻ ടാസ്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലെ. സോ ഇതാണ് ആക്ഷൻ ടാസ്ക്. ആക്ഷൻ ടാസ്ക് ഞാനപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമുണ്ട്. MA സോഷ്യോളജി ജൂലൈ 25 ബാച്ച് ആണ് അല്ലെ. നിങ്ങൾ ഇയർ ഫെസ്റ്റിൽ പഠിക്കുന്ന പിള്ളേരാണ്. സോ അവിടെ ലെസൺ ടൈം ഉണ്ട്. ലെസൺ ടൈം 2 ലെസൺ ടൈം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 10:30 AM അതേപോലെ 7:30 PM. നിങ്ങൾ ടൈം വലിയ ബോധേഡ് ആവണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ എപ്പോഴാണോ കംഫർട്ടബിൾ ആവുന്നത് ആ സമയത്ത് പഠിച്ചാൽ മതി. അപ്പൊ സോ നമ്മൾ 11th ഓഗസ്റ്റ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മൺഡേ മുതലാണ്. സോ നമ്മൾ കുറച്ച് വൈകിപ്പോയി, കാരണം നമ്മളിപ്പോ 13th എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അത് കവറപ്പ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ കണ്ട ഡേറ്റ് കണ്ടോ, 11th ഓഗസ്റ്റ് 2025. അത് മൺഡേയിൽ നമ്മൾ രാവിലെ 10:30 ഏത് പേപ്പറാണ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ MSO 001. അതിലെ സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റിലെ ഇൻട്രൊഡക്ഷൻ കാണുന്നു. അതേപോലെ 7:30 PM ആവുന്ന സമയത്ത് അതിന്റെ ലെസൺ 1 ബ്ലോക്ക് 1 ലെസൺ 1 കാണും. സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റിലെ MSO 001 ലെസൺ 1. അതേപോലെ നെക്സ്റ്റ് ഡേ നമ്മൾ അതിന് ലെസൺ 2 കാണുന്നു, ലെസൺ 3 കാണുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ മിനിമം 2 യൂണിറ്റ്സ് എന്തായാലും കവർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ ഒരു സിലബസ് കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, PG എന്നുള്ള നല്ല മാർക്കിലൂടെ അല്ലെ. ചില ആൾക്കാർ നമ്മൾ ഓക്കെ ജസ്റ്റ് ഒരു PG മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ നല്ല മാർക്കിൽ തന്നെ പാസ്സാവാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കാം. സോ അസൈൻമെന്റ് ടൈം ടേബിളിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ. ഈ ടൈം ടേബിൾ ഞാൻ ആഫ്റ്റർ ദി സെഷൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും. സോഷ്യോളജിയുടെ PG ബാച്ചിലുള്ള കുട്ടികളാണ്. സോ എൻറോൾഡ് ഇഗ്നോ പ്രോഗ്രാം കൊടുക്കുക. അതേപോലെ അസൈൻഡ് മെന്റർ, നിങ്ങളുടെ അസൈൻഡ് മെന്റർ ആയിട്ടുള്ള ആൾ ആരാണ്, അതേപോലെ മെന്റർ അല്ലെങ്കിൽ LSCയുടെ പേര്, അതേപോലെ റാങ്ക് യുവർ ഫസ്റ്റ് ഇയർ കോഴ്സസ്. നിങ്ങളിപ്പോ 4 പേപ്പേഴ്സ് ഒക്കെ കണ്ടല്ലോ, MSO 001, 002, 003, 004 ഉണ്ടല്ലേ. അപ്പൊ അതിൽ നിങ്ങളിപ്പോ പെട്ടെന്ന് കണ്ടിട്ട് യൂണിറ്റ് ഒക്കെ കണ്ട സമയത്ത് നിങ്ങൾക്ക് ഏത് പേപ്പറാണ്, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ റാങ്ക് ചെയ്യുക. ഏതിനാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏത് പഠിക്കാനായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ള രീതിയിൽ ഒരു 4 പേപ്പേഴ്സിൽ നമ്മൾ റാങ്ക് ചെയ്യുക. അതേപോലെ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് കോഴ്സ്, ഈ നമ്മൾ റാങ്ക് ചെയ്തിട്ടുള്ള കോഴ്സിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് ഏതാണ്, എന്തുകൊണ്ട് നമ്മൾ അതിന് ഇൻട്രസ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ എന്ത് ബേസിലാണ് നമുക്ക് അത് പഠിക്കാൻ കൂടുതൽ. ചില ആൾക്കാർക്ക് തിയറി പഠിക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് റിസർച്ച് പഠിക്കാനായിരിക്കും ഇഷ്ടം അല്ലെ. ചിലപ്പം നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ആയിരിക്കില്ല, നമ്മൾ പഠിച്ച് ഇൻട്രസ്റ്റ് കൊടുത്ത പേപ്പർ ആയിരിക്കില്ല പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. പഠിച്ചു വരുമ്പോൾ വേറെ പേപ്പേഴ്സിനോട് നമുക്ക് ഇഷ്ടം തോന്നും. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കറന്റ് നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് എന്താണ് ഇഷ്ടം തോന്നുന്നത്, ഏതിനോടാണ് നിങ്ങൾക്ക് റാങ്ക് 1 കൊടുക്കാൻ വേണ്ടി തോന്നുന്നത്, ആ രീതിയിൽ റാങ്ക് ചെയ്യുക. അതേപോലെ യുവർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് പോസ്റ്റ്, ഏറ്റവും ഇഷ്ടമില്ലാത്ത, പഠിക്കാൻ തീരെ താല്പര്യമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്ന ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന്റെ റീസൺ നിങ്ങൾ അവിടെ കൊടുക്കുക. അതേപോലെ യുവർ ലേണിംഗ് ഇന്റൻഷൻ, അതായത് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ ചോദിച്ചിട്ടില്ലേ എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ. അതുപോലെ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആഫ്റ്റർ സ്കാനിങ് യുവർ ഫസ്റ്റ് ഇയർ സിലബസ്, ഇത് കഴിഞ്ഞ ശേഷം ഐ ജസ്റ്റ് വോണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി, ജസ്റ്റ് ഒരു ഡിഗ്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു PGക്ക് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനൊരു കോഴ്സ് എടുക്കുന്നു, മാർക്കിന് അപ്പുറത്തോട്ടേക്ക് എനിക്ക് ഈ കോഴ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല ഓപ്ഷൻസും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. ചില ആൾക്കാർ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരത്തിൽ ടിക്ക് ചെയ്യാം. അതേപോലെ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് ഐ വിൽ ഫോളോ. ചില ആൾക്കാർക്ക് എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല, പറയുമ്പോൾ എനിക്ക് വർക്ക് ഉണ്ട്, എനിക്ക് എല്ലാ ദിവസവും അങ്ങനെ എടുത്ത് വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ SLM വായിക്കാനോ സമയം കിട്ടില്ല. ഞാൻ ഒരു വീക്ക്ലി ഇന്ന ദിവസം എനിക്ക് വളരെ എന്താ പറയുക ഇൻവോൾവ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. സോ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീക്ക് ഡേ മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ വായിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വീക്ക് ഡേ ഈവനിങ് നമ്മൾ വൈകുന്നേരം
വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നമ്മൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ വായിക്കുന്ന ആൾക്കാരുണ്ടാവും, പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ സാറ്റർഡേ നമ്മൾ ഇതിനൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് 1 to 2 അവേഴ്സിൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. സൺഡേസിൽ 1 to 2 അവേഴ്സ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഷോർട്ട് ഡെയിലി സ്ലോട്ട് ഉണ്ടാവും. ചില ആൾക്കാർ കുറച്ച് ഒരു ദിവസം 30 മിനിറ്റ് നോക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം 15 മിനിറ്റ് നോക്കാം, അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ആൾക്കാർ എന്നുള്ളതാണ് വീക്ക്ലി സ്റ്റഡി സ്ലോട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ കോൺഫിഡൻസ്, ഇത്രയൊക്കെ പേപ്പേഴ്സ് നിങ്ങൾ കണ്ടു, ഇത്രയൊക്കെ കോഴ്സസ് ആണ് നമ്മൾ കൺവേ ചെയ്യാനുള്ളത്, കവറപ്പ് ചെയ്യാനുള്ളത് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ഏത് ലെവലാണുള്ളത്? 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ലെവലാണ്. 1 to 5 വരെ നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാം. 5 എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള, ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്, എനിക്ക് ഈസി ആയിട്ട് തന്നെ ഈ പറയുന്ന PG ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. സോ എല്ലാവരും 5ൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാവട്ടെ എന്നാണ് ആഗ്രഹം. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ സെഷനിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.